സ്ഥിരമായിട്ടുള്ള കറക്ഷൻസ്, കോൺസ്റ്റൻ്റായിട്ട് കറക്ഷൻസ് എന്ന് പറയുന്നത് കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് അല്ലായിരിക്കും ഉണ്ടാക്കുന്നത്, കുട്ടിക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് ചെയ്യരുത് എന്നല്ല പറയുന്നത്. ആ കുട്ടി ചെയ്ത ആ തെറ്റെന്ന് പറയുന്ന ആ കാര്യത്തിൽ കുറേ ശരികളുണ്ടാവാം. അപ്പോൾ ആ ശരിയെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ആ ശരികളെ ഫോക്കസ് ചെയ്ത് ആ ശരിയെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാം, എവിടെയാണോ തെറ്റിപ്പോയത് അതിനെ തെറ്റിപ്പോയി എന്ന് പറയാതെ ആ കുട്ടിയോട് പറയും, ഇതിനെ ഈ രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ, വേറൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് നന്നാക്കാമായിരുന്നു, അല്ലെ മറ്റൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആണെങ്കിൽ കുട്ടിക്കത് മനസ്സിലാവും. അതല്ലാതെ എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് കറക്റ്റ് ചെയ്യാനും ഇവർ ചെയ്തതിൽ തെറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ബ്രെയിൻ നമ്മളെ അങ്ങ് റിജക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് എത്ര നല്ല കാര്യമാണെങ്കിലും ഇവരുടെ ബ്രെയിനിലേക്ക് അത് കയറത്തേയില്ല. ചേമ്പും താളിൽ നമ്മൾ കൊണ്ട് വെള്ളം ഒഴിക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ കറക്ഷൻ എന്ന് പറയുന്ന ഈ പരിപാടി നടന്നുകൊണ്ടേയിരിക്കും. കുട്ടിയുടെ തലച്ചോറിനകത്തേക്ക് ഒരു സാധനം കയറത്തും ഇല്ല. അതുകൊണ്ട് കറക്ഷൻ ചെയ്യാം, അതിൻ്റെ പോസിറ്റീവ് ആദ്യം കാണിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ കുട്ടിക്ക് ആ കറക്ഷൻ കൊടുക്കുക.